ഞാൻ ഒറിജിനൽ റീസെർച്ച് ആർട്ടിക്കിൾസ് തന്നെ വായിച്ച് അവിടുന്ന് എനിക്ക് വേണ്ട ചില പോർഷൻസിലെ മാത്രം എക്സ്ട്രാ വാല്യൂഡേഷൻ ഞാൻ എടുക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ മാരേജിനോ ഫാമിലിക്കോ അധികം റീസെർച്ച് ചെയ്ത് പോയിട്ടില്ല. ഇപ്പോൾ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയിൽ അധികം പോയിട്ടില്ല, തിയറീസിൽ അധികം പോയിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഹെഡിങ്സും സബ് ഹെഡിങ്സും കൊടുത്ത് തന്നെയാണ് നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ എഴുതാൻ നേരം എനിക്ക് ആ സബ് ഹെഡിങ്സിനെ ഓർത്ത് കഴിഞ്ഞാൽ എന്നത് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നമുക്കുള്ളൂ. ഓക്കെ, ഇവന് വേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതിനകത്ത് എനിക്കൊരു 1-2 എക്സ്ട്രാ കാര്യം, യുണീക്ക് കാര്യം എഴുതിയാൽ തന്നെ എക്സാമിനർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി ഞാൻ ഇടയ്ക്ക് സാറിന് ഇതുപോലെ ഡെയിലി ആൻസർ റൈറ്റിംഗ് ഇല്ലായിരുന്നു, വല്ലപ്പോഴും ആൻസർ എഴുതി സാറിന് അയച്ചു തരുമായിരുന്നു. അതല്ലാതെ മുഴുവൻ ഞാൻ കണ്ടൻറ് ഗ്യാതറിങ്ങിനും അത് എന്നെ കൊണ്ട് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റും, എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായിരുന്നു മെയിനായിട്ട് നോക്കുന്നത്. സോ എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിരുന്നു. ഐ വാസ് റെഡി ടു ടേക്ക് ദാറ്റ്. ആ റിസ്ക് എടുത്തു ഞാൻ. കാരണം എനിക്ക് കഴിഞ്ഞ വർഷം GS എഴുതിയപ്പോൾ എൻ്റെ കണ്ടൻറ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മതി GSന് ഇച്ചിരി മാർക്ക് കൂട്ടാൻ. സോ GSന് ഞാൻ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് ആ ഒരു 10% ഓഫ് ടൈമിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഏകദേശം GSന് ഒരു 40 മാർക്സ് കൂടി, ആന്ധ്രയ്ക്ക് 60 മാർക്സ് കൂടി. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2023 സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ റാങ്ക് 59 കരസ്ഥമാക്കി ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ള ബെൻജോ പി ജോസ് ആണ്. ബെൻജോ ആന്ത്രപ്പോളജി ഓപ്ഷനിലെടുത്താണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബെൻജോയുടെ രണ്ടാമത്തെ മെയിൻസ് അറ്റംപ്റ്റ് ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ആന്ത്രപ്പോളജി പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ബെൻജോ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബെൻജോ ആയിട്ട് ആന്ത്രപ്പോളജി പ്രിപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ബെൻജോ, ഇത് രണ്ടാമത്തെ മെയിൻസ് അറ്റംപ്റ്റ് ആണ് അല്ലേ? ഓക്കെ. ഇതിൻ്റെ മുന്നേ ആന്ത്രപ്പോളജിയിൽ 239 ആയിരുന്നു. ആൻഡ് ഈ വർഷത്തിൽ വളരെ നല്ല സ്കോറായിട്ടുള്ള 303 എത്തിയിട്ടുണ്ട്. ഒരു ഓപ്ഷനിൽ എബോവ് 300 എത്തുകയെന്ന് പറയുന്നത് വളരെ നല്ലൊരു അറ്റംപ്റ്റാണ്, വളരെ നല്ലൊരു സ്കോറാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ എങ്ങനെയാണ്, എന്തായിരുന്നു ബെൻജോൻ്റെ സ്ട്രാറ്റജി ആന്ത്രപ്പോളജി പ്രിപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട്? എൻ്റെ ആദ്യത്തെ മെയിൻസിൽ 239 കിട്ടിയ വർഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആവശ്യത്തിന് പഠിച്ചിട്ടില്ലായിരുന്നു. സോ എൻ്റെ സിലബസ്, എൻ്റെ പേപ്പർ 2 ഒരു മേ ബി ഒരു 20% മാത്രമേ കംപ്ലീറ്റഡ് ആയിട്ടുള്ളൂ. പേപ്പർ 1ഉം 100% കംപ്ലീഷനില്ല, ഒരു 60-70% മാത്രമേ കംപ്ലീറ്റഡ് ആയിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വർഷം മെയിൻസ് എഴുതുമ്പോൾ ഉള്ള ഒന്നാമത്തെ മെയിൻ ചേഞ്ച് 100% സിലബസ് കംപ്ലീഷൻ എന്നാലും കിട്ടിയില്ല. ഞാൻ ചില ഏരിയാസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഫോർ എക്സാമ്പിൾ, കാരണം എനിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട്. പക്ഷേ ഞാൻ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഏകദേശം ഒരു 80% ഓഫ് സിലബസ് തീർക്കാൻ വേണ്ടി ശ്രമിച്ചു. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 60% സിലബസിൽ നിന്ന് ഇപ്രാവശ്യം ഒരു 80% സിലബസ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസം. 100% സിലബസിനെ പറ്റിയും ഏകദേശം ഒരു ധാരണയുണ്ട്, പക്ഷേ 80% സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. ഇതാണ് ഒന്നാമത്തെ വലിയ ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം കുറച്ചുകൂടി ഒരു സർഫസ് ലെവലിൽ നിന്നായിരിക്കും ആൻസർ ഞാൻ എഴുതാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചെന്ന് കുറച്ചുകൂടെ ആന്ത്രപ്പോളജിക്കൽ പെർസ്പെക്റ്റീവ്, ആന്ത്രപ്പോളജിക്കലി ഡെപ്ത് ഉള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതിനുവേണ്ടി ചെയ്തൊരു വ്യത്യാസം, ഞാൻ ഒത്തിരി അധികം റീസെർച്ച് ആർട്ടിക്കിളും പിന്നെ അതുപോലെ തന്നെ പല പല മെറ്റീരിയലുകളും വായിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ കൺവെൻഷനലി ഉള്ള സോഴ്സുകൾ, എൻ്റെ സോഴ്സുകളെല്ലാം ടോപ്പർ നോട്ട്സ് ആയിരുന്നു. ഞാൻ അങ്ങനെ സ്റ്റാൻഡേർഡ് ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല, പക്ഷേ എല്ലാം ടോപ്പർ നോട്ട്സ് വഴിയായിരുന്നു ഞാൻ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആ ടോപ്പർ നോട്ട്സ് അധികം മുഴുവൻ ചെയ്തില്ല. ഈ വർഷം ടോപ്പർ നോട്ട്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് ഒരു പരിധി വരെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും, രണ്ടാമത്തെ കാര്യം ഓൺ ടോപ്പ് ഓഫ് ദ ടോപ്പർ നോട്ട്സ് ഒറിജിനൽ ആർട്ടിക്കിൾസ് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനിപ്പോൾ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ, ഫോർ എക്സാമ്പിൾ EPG പാഠശാലയാണ്. EPG പാഠശാല അതിന് ആന്ത്രപ്പോളജിയുടെ ഉണ്ട്, സോഷ്യോളജിയുടെ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും കണ്ടൻറ്റ് ഞാൻ അവിടുന്ന്, ആൻഡ് EPG പാഠശാലയിലെ കണ്ടൻറ്റ് സാറിന് അറിയാവുന്ന പോലെ എഴുതുന്നത് ആന്ത്രപ്പോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രൊഫസേഴ്സ് എഴുതുന്ന കണ്ടൻറ്റ് വായിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല പെർസ്പെക്റ്റീവ് കിട്ടി. അപ്പോൾ അവിടെ എനിക്കൊരു എൻ്റെ ആന്ത്രപ്പോളജി ആൻസേഴ്സിൽ കുറച്ചുകൂടെ ഡെപ്തും ഒരു ആന്ത്രപ്പോളജിക്കൽ പെർസ്പെക്റ്റീവും കൊണ്ടുവരാൻ ശ്രമിച്ചു. എനിക്കൊന്ന് ഇത് രണ്ടുമാണ് ഞാൻ ചെയ്ത ആകെ വ്യത്യാസം. അതിനപ്പുറം ഞാൻ അധികം ആൻസർ മെയിൻസ് ടെസ്റ്റ് ഞാൻ 2 ചെയ്തുള്ളായിരുന്നു. ഫുൾ ലെങ്ത് ആയിട്ടുള്ള എഴുതുന്നത് ആകെ 2 എഴുതിയുള്ളൂ. അത് ഫുൾ ലെങ്ത് അല്ല എഴുതിയത്, 2 സെക്ഷൽ ടെസ്റ്റാണ്. ഒരു ഇന്ത്യൻ ആന്ത്രപ്പോളജി ടെസ്റ്റും ഒരു ട്രൈബൽ ആന്ത്രപ്പോളജി മാത്രമേ എഴുതിയുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എഴുതിയില്ല.
ബാക്കി ഞാൻ ഇടയ്ക്ക് സാറിന് ഇതുപോലെ ഡെയിലി ആൻസർ റൈറ്റിംഗ് ഇല്ലായിരുന്നു, വല്ലപ്പോഴും ആൻസർ എഴുതി സാറിന് അയച്ചു തരുമായിരുന്നു. അതല്ലാതെ മുഴുവൻ ഞാൻ കണ്ടൻറ് ഗ്യാതറിങ്ങിനും അത് എന്നെ കൊണ്ട് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റും, എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായിരുന്നു മെയിനായിട്ട് നോക്കുന്നത്. സോ എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിരുന്നു. വേറെ കാര്യങ്ങളൊന്നുമില്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, വാല്യൂ അഡിഷൻ ചെയ്യുക, പിന്നെ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ. സോ 2022 സമയത്ത് ബെഞ്ചോനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഇല്ല, അതായത് ആ സമയത്ത് ടൈമിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ബെഞ്ചോ നോക്കിയിട്ടുണ്ടായിരുന്നെന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് ഈ വർഷത്തെ ബെഞ്ചോൻ്റെ ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഷുവറായിരുന്നു വളരെ നല്ലൊരു മാർക്ക് കിട്ടുമെന്നുള്ള ഷുവറായിരുന്നു. കാരണം വളരെ യുണീക്കായിട്ടുള്ള ഡാറ്റ, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ്, തിങ്കേഴ്സിൻ്റെ പേരുകൾ വളരെ യുണീക്കായിട്ട് മറ്റ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ കോമൺ ആയിട്ട് റെഫർ ചെയ്യുന്ന മെറ്റീരിയൽസിലൊന്നും കാണാത്ത ഒരുപാട് യുണീക്കായിട്ടുള്ള ഡാറ്റ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ബെഞ്ച് പറഞ്ഞ് ഓൾറെഡി ഈ PG പാഠശാലയുടെ ഒക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എങ്ങനെയാണ് ഇനി വരുന്ന ഈ വർഷം മെയിൻസ് എഴുതുന്ന കുട്ടികൾ അവർക്കതിൽ ആ ഒരു മോഡൽ എങ്ങനെ എടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഇത് ബേസിക്കലി ഈ ഒരു ചോദ്യം ഒന്ന് റീഫ്രേസ് ചെയ്താൽ ഇറ്റ്സ് അബൌട്ട് വാല്യൂ അഡീഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വാല്യൂ അഡീഷനെ പറ്റി ആൾക്കാർ വരുമ്പോൾ യൂഷ്വലി ചെയ്യുന്നത് ഒരു ടോപ്പറിൻ്റെ നോട്ട്സ് ഉണ്ടെങ്കിൽ പുതിയൊരു ടോപ്പർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നോട്ട്സ് കൊണ്ട് എടുത്തിട്ട് ഒരു 2-3 തിങ്കേഴ്സിനെ കൂടെ ആഡ് ചെയ്തൊരു ആൻസർ കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തത് അങ്ങനെയല്ലായിരുന്നു. ഞാൻ ചെയ്തത് ആർട്ടിക്കിൾസ്, റീസേർച്ച് ആർട്ടിക്കിൾസ്. ഇപ്പോൾ റീസേർച്ച് ആർട്ടിക്കിൾസ് EPG പാഠശാലയില്ലേ, EPG പാഠശാല ഈസ് ബേസിക്കലി ഒരു അക്കാഡമിക് വെബ്സൈറ്റാണ്. അവിടെ നമുക്ക് ഒത്തിരി ആർട്ടിക്കിൾസ് ഉണ്ട്. EPG പാഠശാലയുടെ ആർട്ടിക്കിൾസ് എടുക്കുന്നതോട് കൂടെ തന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് ഇപ്പോൾ JSTOR എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഇങ്ങനെ അക്കാഡമിക്സും പ്രൊഫസേഴ്സും ഒക്കെ അവരുടെ ആർട്ടിക്കിൾസ് ഷെയർ ചെയ്യുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. 100 ആർട്ടിക്കിൾസ് പെർ മന്ത് ഫ്രീ ആണ് അവിടെ. അപ്പോൾ ഞാൻ ആ JSTORലും കയറി അത്യാവശ്യം തപ്പിയ റിസർച്ച് ആർട്ടിക്കിൾസൊക്കെ തപ്പിപ്പിടിക്കുകയാണ്. ഇതായിരുന്നു ഞാൻ മെയിൻലി ചെയ്ത ആ ഒരു യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിനൊരു ആദ്യം അവസാനമില്ല. എവിടെ മുതൽ റീസർച്ച് ചെയ്ത് തുടങ്ങണം? ഒരിക്കലും ആദ്യമായിട്ട് ആന്ത്രപ്പോളജി പഠിക്കുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലത്. ആദ്യം പഠിക്കേണ്ട ആൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, കോഴ്സ് പഠിക്കുക, കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നോട്ട്സ് ആണെങ്കിൽ അത് പഠിക്കുക. അതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഇനി ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ആ ഒരു ടോപ്പർ നോട്ട്സും അങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് എനിക്കൊന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി ചില ഏരിയാസിനകത്താണ് വാല്യൂഡേഷൻ വേണ്ടത്. അപ്പോൾ സാറിന് ഓർമ്മ, ഞാൻ സാറിന് അയച്ചു വന്ന ചില ആൻസേഴ്സ് ഈ യൂണിറ്റ് 10, യൂണിറ്റ് 9, യൂണിറ്റ് 11, 12 ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ടോപ്പർമാരുടെ നോട്ട്സ് നോക്കുമ്പോഴും നല്ല കണ്ടൻറ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ തിങ്കേഴ്സ് ഇല്ല, പുതിയ ആന്ത്രപ്പോളജിസ്റ്റുകളില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഓക്കെ 10, 11, 12 അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഞാൻ റീസർച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ അഗൈൻ EPG പാഠശാല തന്നെ വെച്ചിട്ട് പോയാണ് അതിനകത്തുനിന്ന് കുറച്ച് അവിടുത്തെ തിങ്കേഴ്സിനെയും അവിടുത്തെ സൈറ്റേഷനും ഒക്കെ എടുത്ത് ആ സൈറ്റേഷനിലുള്ള തിങ്കർമാരെ പിന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് അങ്ങനെയാണ് ഞാൻ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു. അതുപോലെ തന്നെ പേപ്പർ 2 എക്സ്റ്റെൻസീവ്ലി ഞാൻ ഇതുപോലെ റിസർച്ച് ചെയ്തു. അതും മെയിൻലി JSTOR തന്നെയാണ്. EPG പാഠശാല ഉപയോഗിച്ചു. അങ്ങനെ എവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടുന്നോ ഞാൻ ഒറിജിനൽ റീസർച്ച് ആർട്ടിക്കിൾസ് തന്നെ വായിച്ച് അവിടുന്ന് എനിക്ക് വേണ്ട ചില പോർഷൻസിലെ മാത്രം എക്സ്ട്രാ വാല്യൂഡേഷൻ ഞാൻ എടുത്തു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ മാരേജിനോ ഫാമിലിക്കോ അധികം റിസർച്ച് ചെയ്ത് പോയിട്ടില്ല. ഇപ്പോൾ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയിൽ അധികം പോയിട്ടില്ല, തിയറീസിൽ അധികം പോയിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യൂണിറ്റ് 9, 10, 11, 12 പേപ്പർ 2 6.6, 7, 8, 9 അവിടെ എല്ലാം അത്യാവശ്യം കുറേ അധികം തിങ്കേഴ്സും കുറേ അധികം റീസർച്ചും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പറയുമ്പോൾ വാല്യൂഡേഷൻ ചെയ്യേണ്ടത് ഇതുപോലെ റീസർച്ച് ആർട്ടിക്കിൾസ് വഴിയാണ്, ഒറിജിനൽ ബുക്സും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും വഴിയാണ് ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ. രണ്ടാമത് ചെയ്യുമ്പോൾ ഒരു ആദ്യവും അവസാനവും വേണം. സോ ബി വെരി PYQ ഓറിയൻറ്റഡ്, സിലബസ് സ്പെസിഫിക്. എല്ലായിടത്തും അത് ചെയ്യാൻ ശ്രമിക്കാതെ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം വാല്യൂഡേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ഞാൻ ചെയ്ത കാര്യം. പിന്നെ ആദ്യം പറഞ്ഞതിൽ ബെഞ്ചോ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിരുന്നു. അപ്പോൾ സിലബസിൽ ഏകദേശം ഒരു 80% ആണ് ഈ വർഷവും കറക്റ്റായിട്ട് സ്ട്രെസ് കൊടുത്ത് കവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സിലബസിൽ ബെഞ്ചോ ഈ ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത്? അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയായിരുന്നു? എനിക്ക് തോന്നുന്നു സിലബസിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള
എനിക്ക് തോന്നുന്നത് സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ശരിക്കും പറഞ്ഞാൽ എല്ലാമാണ്. ഏതൊരു ഇപ്പം സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി, ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി, ഫിസിക്കൽ ആന്ത്രപ്പോളജി, പാലിയോ ആന്ത്രപ്പോളജി എന്താണെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അവരവരുടെ ഒരു ആക്യുമെനും അവരവരുടെ ഇൻട്രസ്റ്റുമാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയാണ് എടുത്തത്. എൻ്റെ ആൻസറുകൾ ഈ വർഷമാണെങ്കിലും മുഴുവൻ സോഷ്യോ കൾച്ചറിലേക്ക് തന്നെയായിരുന്നു പോയേക്കുന്നത്. പേപ്പർ 1-ലായാലും. പേപ്പർ 2-ൽ ഞാൻ ഇന്ത്യൻ ആന്ത്രപ്പോളജിയും ട്രൈബൽ ആന്ത്രപ്പോളജിയും ഈക്വലി ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തു. പക്ഷെ ഞാൻ ആർക്കിയോളജിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതൊരു യൂഷ്വലി അതുപോലെ തന്നെ ഫിസിക്കൽ ആന്ത്രപ്പോളജിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. എൻ്റെ മെയിൻ കാര്യം എനിക്കത് ഭയങ്കര കണ്ടൻറ് ഇൻറ്റൻസീവായിട്ട് തോന്നി. എനിക്കത് ഒത്തിരി പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷേ എനിക്കറിയാൻ സാധിച്ചത് ആർക്കിയോളജിയും ഫിസിക്കൽ ആന്ത്രപ്പോളജിയും ആക്ച്വലി വെരി വെൽ നല്ല സ്കോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കിയോളജിയൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻറ്റയർലി സ്റ്റാറ്റിക്, 100% സ്റ്റാറ്റിക്കാണ്. ഉള്ള കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മാർക്ക് കിട്ടും. പക്ഷേ എനിക്ക് ആ ലിമിറ്റഡ് ടൈമിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്ത് സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജിയാണ് മെയിൻലി. തിയറീസും അത്യാവശ്യം നല്ലതായിട്ട് ഫോക്കസ് ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും ഫോക്കസ് ചെയ്തില്ല. അപ്പോൾ പറഞ്ഞ പോലെ ആർക്കിയോളജി അത്ര ഫോക്കസ് ചെയ്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആർക്കിയോളജിയുടെ ആൻസേഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ട് 1-2. പക്ഷെ അതിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ ഈ ഒരു അധികം ഫോക്കസ് ചെയ്തില്ല എന്നുള്ളത് വാല്യൂട്ടൊക്കെ തോന്നാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ അത് മനസ്സിലാവാത്ത രൂപത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ആൻസർ റൈറ്റിംഗ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന ടോപ്പിക് ഇപ്പോൾ ആർക്കിയോളജിയിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ആന്ത്രപ്പോളജിയിലൊക്കെ ഫോളോ ചെയ്യാനുള്ള എന്തെങ്കിലും പാറ്റേൺസ്, ആൻസർ റൈറ്റിംഗ് പാറ്റേൺസ് ഒക്കെ ഫോളോ ചെയ്തിരുന്നു? സർ, ഐ തിങ്ക് ഇത് ഒരു പാറ്റേൺ, ഒരു ആൻസർ റൈറ്റിംഗ് ഒരു സ്റ്റൈല് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആർക്കിയോളജിക്ക് അത് ഞാൻ അതിന് ശ്രമിച്ചായിരുന്നു. സാറ് പറയുന്നത് ഇപ്പോൾ എന്ത് ആർക്കിയോളജി ടൈപ്പ് ചോദ്യം വന്നാലും ഒരു 5-6 പോയിന്റേഴ്സ് എക്സാമിനർ തന്നെ നോക്കുന്നുണ്ട്. ടൈം പീരീഡ് നോക്കുന്നുണ്ട്, ക്ലൈമറ്റിക് കണ്ടീഷൻ എന്താണെന്ന് നോക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് ലൊക്കേഷൻ നോക്കുന്നുണ്ട്, ഒരു മാപ്പ് നോക്കുന്നുണ്ട്, ടൂൾ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു യുണീക്ക് കാര്യം ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്, സ്പെസിഫിക് ലൊക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ആദ്യമേ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആൻസർ എഴുതാൻ നേരം ഫോഴ്സ്ഫുള്ളി നമുക്കറിയാവുന്ന കണ്ടൻറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ എനിക്ക് ആർക്കിയോളജിയിൽ അറിയാവുന്ന കണ്ടൻറ്റ് വളരെ കുറവാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു 5-6 പോയിന്റേഴ്സ് ഞാൻ എക്സാമിനറും കൊടുക്കുമ്പോൾ എക്സാമിനറിന് മനസ്സിലാവും, ഓക്കെ ഇവന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതിനകത്ത് എനിക്കൊരു 1-2 എക്സ്ട്രാ കാര്യം, യുണീക്ക് കാര്യം എഴുതിയാൽ തന്നെ എക്സാമിനർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഐ തിങ്ക് ആ ബേസിക് റിക്വയർമെൻറ്റ്സിന് വേണ്ടി ഒരു പാറ്റേൺ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. സെയിം ഗോസ് ഫോർ തിയറീസ്. തിയറീസിനകത്ത് എന്തൊരു ചോദ്യം ചോദിച്ചാലും തിയറി ഒരു പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല. സോ ദർ വുഡ് ബി എ പോയിന്റ് ഓഫ് റിയാക്ഷൻ ടു എ തിയറി, ദെൻ ദർ വുഡ് ബി ബേസിക് ടെനറ്റ്സ്, ദെൻ ദർ വുഡ് ബി തിങ്കേഴ്സ്, അവരുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്, ദെൻ ദർ വുഡ് ബി ക്രിറ്റിസിസം, ദെൻ ദർ വുഡ് ബി മോഡേൺ റെലവൻസ്. അങ്ങനെ ഒരു 5-6 ടോപ്പിക്സ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചോദ്യം വന്നാലും നമുക്ക് ആ 5-6 ടെംപ്ലേറ്റ്, ആ ഒരു ടെംപ്ലേറ്റിനകത്തുള്ള 5-6 ടോപ്പിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല ആൻസർ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ആ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു മോഡൽ ബെഞ്ചോൻ്റെ ആൻസേഴ്സിൽ കാണാവുന്നതാണ്. ഐ തിങ്ക് ബെഞ്ചോ ഒരു ആൻസർ റൈറ്റിംഗിലൊരു മിനിമലിസ്റ്റ് അപ്രോച്ചാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. എനിക്കാണെങ്കിൽ തന്നെ കുറച്ച് ആൻസേഴ്സാണ് എഴുതി അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആൻസേഴ്സ് എഴുതുന്നൊരു കാര്യമല്ല ആൻഡ്രോ ചെയ്തിട്ടുള്ളത്, ആൻഡ്രോയിൽ ബെഞ്ചോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ നമ്മൾ അത്ര ഇപ്പോൾ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാ വർഷവും UPSC ആന്ത്രപ്പോളജിയിൽ അത്ര ഫെമിലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. ഓക്കെ, സർപ്രൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നതിൽ, ഒരു ഡീസൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതിൽ ഈ ഫ്രെയിം വർക്ക് മെത്തേഡ് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാറുള്ളത്? സർ, ഡെഫിനറ്റ്ലി അവിടെ എല്ലാം ഒരു ഫ്രെയിം വർക്ക് മെത്തേഡ് ഹെൽപ്പ് ചെയ്യും. കാരണം അറ്റ്ലീസ്റ്റ് ഒന്നും എഴുതാതെ വരുന്നതിന് പകരം എന്തെങ്കിലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ എന്തായാലും എഴുതി വെക്കും. സോ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വർഷം ശരിക്കും തന്നെ വന്ന സർപ്രൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷേ മെൽനോസ്കിയുടെയും മീഡിൻ്റെയും ക്വസ്റ്റ്യൻ ആണെങ്കിലും അർജുനപ്പാദരുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ എനിക്ക് അത്യാവശ്യം ഓൾറെഡി അറിയാവുന്നതായിരുന്നത്. എൻ്റെ കാര്യം ഇസ് ബിക്കോസ് ഇപ്പോൾ ഞാൻ തിയറി പഠിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു. അപ്പോൾ കോഗ്നിറ്റീവ് ആന്ത്രപ്പോളജി പഠിച്ചപ്പോൾ തന്നെ മെൽനോസ്കിയുടെ കുറേ ക്രിറ്റിസിസം ന്യൂ എത്നോഗ്രഫിയിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ മീഡിനെ പറ്റി പഠിച്ചപ്പോൾ തന്നെ അവിടെയും അഗെയിൻ ഒരു റിഫ്ലെക്സിവിറ്റി, കോഗ്നിറ്റീവ് ആന്ത്രപ്പോളജി എത്നോഗ്രഫി തന്നെ മീഡിൻ്റെ കുറേ ക്രിറ്റിസിസം കിട്ടി. പിന്നെ ഡെറിക് ഫ്രീഡ്മാൻ ക്രിറ്റിസിസം. ഇതെല്ലാം അത്യാവശ്യം ഒന്ന് ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചില ഏരിയാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള UPSC എപ്പോഴും ചോദിക്കുന്ന ചില ഏരിയാസിൽ
അത്യാവശ്യം ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ടാൻജൻഷ്യലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അർജുൻ അപ്പാദുരയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഗ്ലോബലൈസേഷനെ പറ്റി അത്യാവശ്യം ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അർജുൻ അപ്പാദുര എന്ന് പറയുന്ന ആളെ നമുക്ക് മനസ്സിലാവും തിങ്കർ എന്താണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് എനിക്കും ഐ ഡി നോട്ട് മേക്ക് എ 2-page നോട്ട്സ് ഓൺ അർജുൻ അപ്പാദുര, പക്ഷേ വേറെ എവിടെയൊക്കെയോ അർജുൻ അപ്പാദുര ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്കേപ്സ് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് എഴുതിയത്. ഇനി അങ്ങനത്തെ എനിക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഗ്ലോട്ടോ ക്രോണോളജി. അത് ഞാൻ ചെയ്ത ക്രോണോളജി എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ഡേറ്റിങ്ങിനെ പറ്റി ചെറിയ ഒരു 2 pages എഴുതാനുണ്ടായിരുന്നു. ഞാൻ 1/2 page മാത്രമേ എഴുതിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഹിന്ദി ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ ലാംഗ്വേജ് വഴി ഉള്ള ഇതാണെന്ന്. പക്ഷെ എൻ്റെ തല അത്രയും ഒന്നിനും വർക്കായില്ല. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ എൻറ്റയർലി വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. പക്ഷേ സ്റ്റിൽ എന്തെങ്കിലും അറിയാവുന്ന ഒരു കാര്യം അവിടെ എഴുതി വെക്കാനും ശ്രമിച്ചു. അപ്പോൾ സാർ പറഞ്ഞ പോലെ ആ ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അറിയാവുന്ന റെലവൻറ്റ് ഇൻഫർമേഷൻ എഴുതാൻ പറ്റുന്ന ഒരു നല്ല ടൂളാണ്, ഒരു ഡിവൈസാണ് ടെംപ്ലേറ്റ്സ് ഫോർ ഷോർ. ഒരു കാര്യം കൂടി ആൻസർ റൈറ്റിങ്ങിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബെഞ്ചോൻ്റെ ആൻസേഴ്സ് നോക്കുന്ന സമയത്ത് അതിലൊരു കറക്റ്റ് തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു തോട്ട് അതിൻ്റെ പിന്നിലുണ്ട്, നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നോർമലി വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നോട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്ന ആളുകൾക്കാണ് ആ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കുക. അപ്പോൾ ബെഞ്ചോ ആന്ത്രപ്പോളജി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നോട്ട് മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് അത്തരം കാര്യത്തിൽ ആ രൂപത്തിലാണോ ഇതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ GS നോട്ട്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ആന്ത്രപ്പോളജിക്ക് എൻ്റയർ 100% സിലബസ് എനിക്ക് നോട്ടില്ല. പക്ഷേ എനിക്കൊരു 60-70% സിലബസിന് നോട്ടുണ്ട്. ഉള്ള നോട്ട്സ് ബേസിക്കലി ടോപ്പർമാരുടെ നോട്ട് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ടോപ്പേഴ്സിൻ്റെ നോട്ട്സിനെ എടുത്ത് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ളൊരു നോട്ട്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഹെഡിങ്സും സബ് ഹെഡിങ്സും കൊടുത്ത് തന്നെയാണ് നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ എഴുതാൻ നേരം എനിക്ക് ആ സബ് ഹെഡിങ്സിനെ ഓർത്ത് കഴിഞ്ഞാൽ എന്നത് പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറീസിൻ്റെ ആൻസർ വരുമ്പോൾ ആദ്യം ഒറിജിൻ എവിടെ നിന്നാണ് ഉണ്ടായത്, പിന്നെ എന്തിന് റിയാക്ഷനായിട്ടാണ് വന്നത്, പിന്നെ എൻ്റെ ബേസിക് ടെനറ്റ്സ് എന്താണ്, പിന്നെ ഏതൊക്കെ തിങ്കേഴ്സാണുള്ളത്, തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ക്രിറ്റിസിസം, കണ്ടംപററി റെലവൻസ്. എൻ്റെ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 5-6 കാര്യം കാണും. അപ്പോൾ അതുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. സോ സ്ട്രക്ചേർഡായിട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഇസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ, അറ്റ്ലീസ്റ്റ് ഫോർ ഓപ്ഷണൽ ഇൻ മൈ ഒപ്പീനിയൻ. ഓക്കെ, സോ നമ്മുടെ അവസാനമായിട്ട് ഈ പറയുന്ന ഡിസ്കഷനിൽ ഇപ്പോൾ ഈ വർഷത്തെ മെയിൻസ് എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് ആന്ത്രപ്പോളജിയിൽ. അപ്പോൾ ബെഞ്ചോ ആണെങ്കിൽ ആദ്യ സമയത്ത് ഒരു ഓക്കെ മാർക്കെന്ന് വളരെ നല്ലൊരു മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കുട്ടികൾ ആദ്യ സമയത്ത് ആന്ത്രപ്പോളജിയിൽ കുറച്ച് മാർക്ക് കുറവായിട്ട് ഇത്തവണ അവർ രണ്ടാമത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു ലിമിറ്റഡ് ടൈം പീരീഡ്, മെയിൻസ് വരെയുള്ള ടൈം പീരീഡ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തായിരുന്നു ബെഞ്ചോൻ്റെ ഒരു അപ്രോച്ച് അതിൽ? സർ, ഐ തിങ്ക് എങ്ങനെ ഇൻഡിവിജ്വലി അത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം എൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു 90% ഓഫ് മൈ എൻ്റയർ മെയിൻസ് പ്രിപ്പറേഷൻ വാസ് ഫോക്കസ്ഡ് ഓൺലി ഓൺ എത്തിക്സ് ആൻഡ് ആന്ത്രോ. ഇത് രണ്ടും മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് ബാക്കി ഒരു 10-15% ടൈം മാത്രമേ ഞാൻ GS ചെയ്തിട്ടുള്ളൂ. അത് കേൾക്കുമ്പോൾ എക്സാജറേറ്റഡ് ഒന്നും, പക്ഷേ ആക്ച്വലി അതങ്ങനെയായിരുന്നു. കാരണം ഐ വാസ് ബിഹൈൻഡ് കണ്ടൻറ്റ് ഫോർ ആന്ത്രോ. എനിക്ക് നല്ല കണ്ടൻറ്റ് വേണം. ഈ റീസർച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം അവിടെ പോയി. പക്ഷേ ഐ വാസ് റെഡി ടു ടേക്ക് ദാറ്റ്, ആ റിസ്ക് എടുത്തു ഞാൻ. കാരണം എനിക്ക് കഴിഞ്ഞ വർഷം GS എഴുതിയപ്പോൾ എൻ്റെ കണ്ടൻറ്റ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മതി GSന് ഇച്ചിരി മാർക്ക് കൂട്ടാൻ. സോ GSന് ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് ആ ഒരു 10% ഓഫ് ടൈമിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ എനിക്ക് ഏകദേശം GSന് ഒരു 40 മാർക്സ് കൂടി, ആന്ത്രോയ്ക്ക് 60 മാർക്സ് കൂടി. അപ്പോൾ GSൻ്റെ കാര്യം ആന്ത്രോയുടെ അല്ലെ ഓപ്ഷനുടെ കൂടെ എങ്ങനെ ക്ലബ് ചെയ്യുന്നു എന്നുള്ളത് ഇൻഡിവിജ്വലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, ആൾക്കാർക്ക് ആന്ത്രോയിൽ മാർക്ക് കൂടുതൽ മേടിക്കണമെങ്കിൽ ഐ തിങ്ക് നമ്പർ 1 ഗോ ബിയോണ്ട് സർഫസ് ലെവൽ. ഇപ്പോൾ എല്ലാവർക്കും അക്ഷത് ജയനുണ്ട്, എല്ലാവരുടെ കയ്യിൽ നാരായണ മിത്ത് ഉണ്ട്, എല്ലാവരുടെയും കയ്യിൽ നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ നോട്ട്സ് ഷെയർ ചെയ്താൽ അതും എല്ലാവരുടെയും കാണും. പക്ഷേ നോട്ട്സ് ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കിയത് അതുപോലെ വായിച്ച് പഠിച്ചിട്ട് കാണാതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ദെയർ വാസ് എ ടൈം ഇൻ ആന്ത്രോയിൽ എപ്പോഴും ഒരു 270, 280 അങ്ങനെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു ട്രെൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ വുഡ് സേ ഗോ ബിയോണ്ട് ദ സർഫസ് ലെവൽ. കുറച്ചുകൂടെ റീസർച്ച് ചെയ്യുക, കുറച്ചുകൂടെ ഡെപ്തിൽ പോവുക. ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആ പേപ്പർ ചെക്ക് ചെയ്യാൻ നേരം, ഒരു പ്രൊഫസർ പേപ്പർ ചെക്ക് ചെയ്യാൻ നേരം അവർക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക.
അവിടെയാണ് അവർ തന്നെ എഴുതിയിരിക്കുന്ന റിസർച്ച് ആർട്ടിക്കിൾസിൽ നിന്ന് എന്തെങ്കിലും 1-2 പോയിന്റ്സ് എഴുതാൻ പറ്റുമെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി റിവാർഡ് ഇറ്റ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകാൻ നേരം വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം. അപ്പോൾ ടൈമിനെ ലിമിറ്റ് ചെയ്ത് PYQ ഓറിയൻറ്റഡ് ആയിട്ട്, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്, ഇൻ്റലിജൻ്റ്ലി ഒരു നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഏരിയാസിൽ മാത്രം റിസർച്ച് ചെയ്ത് വാല്യൂ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് ദേ കെൻ ഇൻക്രീസ് ദെയർ മാർക്സ്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ. സോ ബെഞ്ചോ പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സാണ് നമ്മൾ ഷെയർ ചെയ്തത്. സോ താങ്ക് യു സർ. ആൻഡ് ബെഞ്ചോക്ക് ഇനിയുള്ള നമ്മുടെ സിവിൽ സർവീസ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് എടുക്കാറുണ്ട്. സോ ഇനി ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു സർ. Lead IAS, crafted by the toppers.